ഇപ്പോൾ ഫാദർ പറഞ്ഞു നീ ഇന്റേൺഷിപ്പിനൊന്നും പോകണ്ട. കോർപ്പറേറ്റ് കമ്പനീസിന് കോർപ്പറേറ്റ് പീപ്പിളിന് അവർക്കായിട്ട് എൻജോയ്മെൻറ്റിനൊന്നുമില്ല. ഏഷ്യാസ് വൺ ഓഫ് ദ ടോളസ്റ്റ് മാൻ മെയ്ഡ് വാട്ടർഫാൾസ്, ഇന്ത്യാസ് ലാർജസ്റ്റ് റൂഫ് ടോപ്പ് ഫുട്ബോൾ ടർഫ്, പിന്നെ ഇന്ത്യാസ് ഫൈനസ്റ്റ് കൺവെൻഷൻ സെൻറ്റർ. സാറിൻ്റെ ഈ ഒരു എന്താ പറയുക, ഇപ്പം നമ്മൾ ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മേഖലയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാവില്ലേ? നമുക്കൊരു പെട്ടെന്ന് ഞാൻ എടുത്തൊരു തീരുമാനം നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഒരു റിസ്ക് എടുത്ത തീരുമാനം, അങ്ങനെ എന്തെങ്കിലും സാറിൻ്റെ സൈഡിൽ? ഈ റിസോർട്ടിനൊരു മെയിൻ പ്രൈം എക്സാമ്പിളാണ്. സോ എനിക്ക് ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ബട്ട് കോളേജ് ഇൻറ്റേൺഷിപ്പ് പീരീഡ് വന്നപ്പോൾ ഐ ഹാഡ് ടു ചൂസ് എ ഡിഫറെൻറ്റ് കമ്പനി ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ. അപ്പോൾ ഫാദർ പറഞ്ഞു നീ ഇൻറ്റേൺഷിപ്പിനൊന്നും പോകണ്ട, ഇത് ചെയ്താൽ മതി. ബട്ട് നോ, ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോയി ഒരു 3 months വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തു. പിന്നെ അപ്പോൾ എനിക്ക് ഈ ഒരു തോട്ട് വന്നു, കോർപ്പറേറ്റ് കമ്പനീസിന് കോർപ്പറേറ്റ് പീപ്പിളിന് അവർക്കായിട്ട് എൻജോയ്മെൻറ്റിനൊന്നുമില്ല. സോ വി ഹാവ് എ പ്ലേസ്, വൈ ഡോണ്ട് വി പ്രൊമോട്ട് ഇറ്റ്? യെസ്, ഓൾമോസ്റ്റ് 85% കോർപ്പറേറ്റ്സ് ആണ് ഇപ്പോൾ. അവർ 7 to 9 ഫുൾ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലാണ്. അവർക്കൊരു റിലാക്സേഷൻ ഇല്ല, അവർക്കൊരു ഫ്രീഡം ഇല്ല, ആ സിസ്റ്റത്തിൻ്റെ ആ ബാരിക്കേഡിലാണ്. സോ അവർക്കൊരു എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ശരി, അപ്പോൾ ഫാദർ പറഞ്ഞു റിസോർട്ട് ടേക്ക് ഓവർ ചെയ്തു, റൺ ചെയ്തു. ഫസ്റ്റ് ഐ വാസ് ഹെസിറ്റൻറ്റ്, ബട്ട് എടുത്ത് നടത്തി ഞാൻ. വെരി റിസ്കി ആയിരുന്നു. ലൈക്ക് ഫാദറിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ സർട്ടൻ പോയിന്റ്സ് ഭയങ്കര ലോ ആയിരുന്നു. ഐ ഹാഡ് മൈ ടീം ബിഹൈൻഡ് ഇറ്റ് ആൻഡ് സുഖം. സോ ടീം സപ്പോർട്ട് നന്നായി. ടീം സപ്പോർട്ട് സൂപ്പർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ഒരു ഗ്രാജുവേഷൻ ടൈമിലൊക്കെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഹയർ സ്റ്റഡീസിന് പുറത്ത് പോവുക, UK, US, യൂറോപ്യൻ കൺട്രീസ്, അല്ലെങ്കിൽ ആക്ച്വലി താങ്കളെ പോലത്തെ ആൾക്ക് സ്വാഭാവികമായിട്ടും പുറത്തൊക്കെ പോയി കുറച്ച് ഇയേഴ്സ് ഒക്കെ സ്പെൻഡ് ചെയ്ത് വരാവുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെന്താണ് അത് നമ്മൾ ചൂസ് ചെയ്യാണ്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ നിൽക്കണം? ആഗ്രഹം ഉണ്ടായിരുന്നു, UK പോയി MBA പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ലൈക്ക് ഐ സെഡ്, എൻ്റെ ഫാദർ ഇപ്പോൾ 50 ആണ്. സോ ഫ്രം ദ ഏജ് ഓഫ് 9 he started working to build the base of MJ. So all these years ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. So if I go to UK, ന്യൂ സപ്പോർട്ട് ഉണ്ടാവില്ല. So I decided to stay back, support him and take over this. ശരിക്കും പറഞ്ഞാൽ ഫാദറിൻ്റെ ഒരു ഹാർഡ് വർക്കിംഗ് ശരിക്കും പറഞ്ഞ ഒരു ബെനിഫിറ്റ് ഇനിയുള്ള കാലങ്ങളിലായിരിക്കും വരാൻ പോകുന്നത്. സോ പുള്ളി അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനൊന്ന് ചെറിഷ് ചെയ്തെടുക്കുക. സോ ആ ഒരു ഇൻട്രസ്റ്റ് ആണ് അതിനകത്ത്. ഓക്കെ, ഇന്നത്തെ ഒരു ജനറേഷൻ കിഡ്സിനെ ഇപ്പം എന്താണ് നമുക്കൊരു അഡ്വൈസ്, എന്തെങ്കിലും നമുക്കൊരു ടിപ്സ്, എന്തെങ്കിലും സംതിങ് അവർക്ക് ചിന്തിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്സ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ? എനി ചോയ്സ്? എല്ലാവരും ഒരു സിൽവർ സ്പൂൺ ഇല്ലെങ്കിൽ നല്ലൊരു, ഞാൻ വന്ന ഫൗണ്ടേഷന് കുറേ ആൾക്കാർക്ക് ചാൻസ് ഇല്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല. ബട്ട് മൈ ഫാദർ ഹി കെയിം ഫ്രം നത്തിങ്. ഈ ലൈക്ക് 9 വയസ്സുണ്ടായപ്പോൾ കേരളം വിട്ട് ബാംഗ്ലൂർ എന്ന ആളാണ് എൻ്റെ ഫാദർ. ഇവിടെ വന്നിട്ട് ചെയ്യാത്തൊരു ജോലിയില്ല. ലൈക്ക് ദെൻ ഹി ക്ലിക്ഡ് വിത്ത് ടീ ബിസിനസ്. സോ അത്രയും സ്ട്രഗിൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ബിസിനസ് എനിക്ക് ഫ്രഷ് ആയിരുന്നു. സോ അതിൽ കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ മദർ എപ്പോഴും പറയുന്നു, എൻ്റെ അമ്മ എപ്പോഴും പറയുന്നു, ഡോണ്ട് ഗിവ് അപ്പ്. നീ ഗിവ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ ഇത്രയും വർഷം സ്ട്രഗിൾ ചെയ്തതിൻ്റെ മീനിങ് ഉണ്ടാവില്ല. സോ blood, sweat and tears, I didn't give up and I'm here. So you will also be happy. Yeah. Yes. സാറ് മാരീഡ് അല്ലല്ലോ? അല്ല. അപ്പം ഇത്രയും നമ്മൾ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഇത്രയും ടാസ്കുകൾ, റിസോർട്ട്സ് ഒക്കെ നമ്മൾ ഇൻ്റർനാഷണൽ ഇങ്ങനെ ഒരു പുതിയ ഐഡിയാസ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത്? കാര്യം ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ എപ്പോഴും നോക്കി കഴിഞ്ഞാൽ മൈ ലൈഫ്, മൈ ടൈം, മൈ റൂൾസ് ആണ്. അത് വിട്ടിട്ടുള്ള സമയത്ത് പണിയെടുത്താൽ മതി എന്നുള്ളതാണ് പൊതുവേ. അതെ. പക്ഷെ നമ്മൾ ഈ ഒരു ജനറേഷനിൽ, ഈ ഒരു സൊസൈറ്റിയിൽ കറണ്ട് ടൈമിൽ നിൽക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സ് ആയിട്ട് വരുന്ന എല്ലാവരും സംസാരിക്കുന്നത് അതാണ്. പക്ഷെ നമ്മൾ ഫുള്ള് എൻഗേജ്ഡ് ആണ്. നമ്മൾ നമ്മുടേതായ ഒരു ലക്ഷ്യം നോക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എങ്ങനെയാണ് നമ്മൾ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ഒക്കെ നമ്മൾ എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്ത് പോകുന്നത്? ഇഫ് യു ലവ് യുവർ വർക്ക്, ദെൻ എനിക്ക് പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും ഒന്നാണ്. ലൈക്ക് ഇൻ എ വീക്ക് 6 days ഞാൻ ഇവിടെയാണ്. പിന്നെ സൺഡേസ് മാത്രം ഞാൻ വീട്ടിൽ അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. സോ I enjoy what I'm doing, I love what I'm doing. So I don't want a separation. I'm happy with what I have. Happy with work. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ മാരേജ് ഒക്കെ ആയിക്കഴിഞ്ഞാലും there should be some kind of നമ്മളൊരു സോ അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയാസ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? വല്ല തോട്ട്സ് ഉണ്ടോ? അതൊന്നും പോയിട്ടില്ല. ബട്ട് ഒരു
ഒരു ലെവൽ റീച്ച് ആയിത്തുന്ന ബിസിനസ് അതിൻ്റെ സ്റ്റേജിലോട്ട് എങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരു കോൺസ്റ്റന്റ് ഗ്രോത്തിലുണ്ടാവും. സോ അപ്പോൾ ആകുമ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടും. ഫ്രീ ടൈം, കാര്യം ഫാമിലിയും ഈക്വലും ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് അവരുടേതായ ടൈം നമ്മൾ അത് കൊടുക്കണം. സോ അതും ആ ടൈം ആവുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്താൽ മതി. ആസ് എ കിഡ് എനിക്ക് ഈ അച്ഛൻ്റെ കൂടെ അത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. സോ ഐ വോണ്ട് ടു ബി ബെറ്റർ ദാൻ ദാറ്റ് ഇൻ ദാറ്റ് ആസ്പെക്ട് ഓൾസോ. ശരിക്കും പറഞ്ഞാൽ ഫാദർ തന്നെയാണ് ഇതിൻ്റെ ഹൈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഫാദർ തന്നെയാണ് റോൾ മോഡൽ എല്ലാം ഫാദർ, റോൾ മോഡൽ എല്ലാം ഫാദർ തന്നെയാണ്. ബിക്കോസ് ഹിസ് ഹാർഡ് വർക്ക് അത്രയും ഉണ്ട്. അത് താങ്കളും അതുപോലെ തന്നെ ആയിരിക്കണം ഫ്യൂച്ചറിലേക്കും പോകേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, സാറിന് ഈ സ്ഥാപനത്തിന് ഇപ്പം ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ ആൻഡ് റിസോർട്ട്സ്, ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാമെന്നുണ്ടെങ്കിൽ, സോ നമ്മളെ പോലത്തെ ഇത് കാണുന്ന വ്യൂസിനെല്ലാം വാട്ട് വാസ് ദിസ് പ്രോപ്പർട്ടി, ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടി സാറിനൊന്ന് പറഞ്ഞാൽ, സോ ദേ വിൽ ഓൾസോ കം ടു നോ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ട്, എങ്ങനെയാണെന്നുള്ളത്. 7 acre പ്രോപ്പർട്ടിയാണ്. ഇതിൽ നിങ്ങൾക്ക് കൺവെൻഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, മെഗാ കൺവെൻഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, റൂംസ് ഉണ്ട്, ടർഫ് ഉണ്ട്, ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്, വാട്ടർഫോൾ, ഏഷ്യാസ് വൺ ഓഫ് ദ ടോളസ്റ്റ് മാൻ മെയ്ഡ് വാട്ടർഫോൾസ്, ഇന്ത്യാസ് ലാർജസ്റ്റ് റൂഫ് ടോപ്പ് ഫുട്ബോൾ ടർഫ്, പിന്നെ ഇന്ത്യാസ് ഫൈനസ്റ്റ് കൺവെൻഷൻ സെൻറ്റർ. സോ ഇവിടെ ഒരു കല്യാണം നടക്കണമെങ്കിൽ എല്ലാവരും പാലസ് ഗ്രൗണ്ടിലോട്ട് പോകും. ഓക്കെ, സോ സിറ്റി ട്രാഫിക് പ്ലസ് അവർക്ക് പാർക്കിംഗ് സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടില്ല. ഇവിടെ 1000 കാർ പാർക്കിംഗ് ചെയ്യാം നമുക്ക്. പ്ലസ് ഒരു 5000 അല്ലെങ്കിൽ ഒരു 13,000 ആൾക്കാർ വരയ്ക്കും ഫ്ലോട്ടിംഗ് ക്രൗഡുള്ള കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ റൂംസും ഒരു വെറൈറ്റി കോൺസെപ്റ്റാണ്. ലൈക്ക് വി ഹാവ് ഡീലക്സ് റൂംസ്, നോർമൽ റൂംസ് ലൈക്ക് 3 star റൂംസ്, ആൻഡ് വി ഹാവ് മഡ് കോൺസെപ്റ്റ് റൂംസ്, ലൈക്ക് ഈ വിൻറ്റേജ് സ്റ്റൈലിലൊക്കെ മഡ് കൊണ്ട് പ്ലാസ്റ്റർ ഇല്ല. യെസ്, സോ ആ ടൈപ്പ് റൂംസ് ഉണ്ട്. പിന്നെ നമുക്ക് വുഡ് സൂട്ട് റൂംസ് ഉണ്ട്, എല്ലാം നിലമ്പൂർ ടീ കൂട് വെച്ച് ഉണ്ടാക്കിയ റൂംസ്. പിന്നെ ഏഷ്യാസ് മാൻ മെയ്ഡ് വാട്ടർഫോൾസ് ആൻഡ് പൂൾ എല്ലാം ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ പെർഫെക്റ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി സെലക്ട് ചെയ്ത് കാർവ് ചെയ്ത ഒരു പ്രോപ്പർട്ടി പോലെ തന്നെ മഡും കാര്യങ്ങളെല്ലാം പറയുമ്പം സംതിങ് അല്ലേ, നമ്മളൊരു ഓരോന്നിനും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് ഉണ്ടാക്കി വെച്ചൊരു ഐറ്റം പോലെയാണ് അത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എനിവേ ദാറ്റ്സ് ഗുഡ്. അപ്പം സാറിനെ പോലെ ഇപ്പം ഡാഡിയെ പോലെ തന്നെ സാറും ഇനി ഫ്യൂച്ചറിന് ഒരു ഇൻസ്പിറേഷൻ ആവാൻ, അതേപോലെ ഇതുപോലത്തെ ഇപ്പം കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ എവിടെ എത്തണം എന്നെന്തെങ്കിലും ഒരു, എല്ലാവരുടെ വീട്ടിലെത്തണം നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ പോകണമെന്നും പറഞ്ഞിരുന്നു, പ്ലസ് സംതിങ് എനിത്തിങ് ഇപ്പോൾ ഗ്ലോബലി പോകാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം. നെക്സ്റ്റ് ജനറേഷൻ ഇപ്പോൾ താങ്കളാണല്ലോ, ഡാഡി ഇത്രയും ഉണ്ടാക്കി എത്തിച്ചു. അപ്പം ഇനി സാറാണ് ഇനി അടുത്ത ഒരു റോൾ മോഡൽ ആവുന്നത്. ഇപ്പോൾ ഒരു 10-20 വർഷം കഴിഞ്ഞാൽ റോൾ മോഡൽ എന്ന് ആളുകൾ പറയുന്ന രീതിയിലേക്ക് വരാൻ നിൽക്കുന്ന ആള് താങ്കൾ തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഒരു പ്രസ്ഥാനം കൊണ്ടല്ലോ, നമ്മൾ ഇനിയും ഒരുപാട് ലോങ്ങിലേക്ക് വിഷൻ ഉണ്ടാവും. സോ അങ്ങനെ എന്തൊക്കെയാ, ഇത് കൂടാതെ വേറെ എന്തെങ്കിലും പ്ലാൻസ് ഇപ്പം ഉണ്ടോ? ആസ് ഓഫ് നോ ഞാൻ പറഞ്ഞ മോൾ, സ്കൂൾസ്, മോൾസ് ഉണ്ട്. മോൾസ്. ഓക്കെ ഓക്കെ. ഈ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ ഈ ലൊക്കേഷനിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താണ്? ഈ ലൊക്കേഷൻ ഇസ് ക്ലോസർ ടു ഹൊസൂർ. സോ തമിഴ്നാട് കണക്ട് ആവുന്നുണ്ട്. പിന്നെ ആനിക്കൽ ജിഗനി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. പ്ലസ് സിറ്റിന്ന് ഫുൾ ഫാർ അവേ ആണ്, സെക്ലൂഡഡ് ഏരിയ ആണ്. സോ ആ സിറ്റിയുടെ പൊല്യൂഷൻ, ട്രാഫിക് നോയ്സസ് ഒന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് നേച്ചർ, ക്ലീൻ എയർ, ഫുൾ സറൗണ്ടിങ്, ഫുൾ നേച്ചർ, ഫാം ലാൻഡ് ഒക്കെയാണ് അതിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു വർക്ക് സ്ട്രെസ്, വർക്ക് ലൈഫ്, അതായത് ഈ കമ്പനീസ് പറഞ്ഞാൽ ഫുള്ള് കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടങ്ങളും ഗേറ്റും പഞ്ചും എല്ലാം മാറി നമുക്ക് വിശാലമായ ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഒരു ഇവന്റ് ഒക്കെ എൻജോയ് ചെയ്ത്, ഒരു പിക്നിക് ഒക്കെ എൻജോയ് ചെയ്ത് വിത്ത് ഫാമിലി ആയിട്ടൊക്കെ വന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലം. കറക്റ്റ് അല്ലേ സാർ? ഓക്കെ സാർ, ഇനിമേ ഇത്ര നേരം നമ്മളിവിടെ സംസാരിച്ചതിനും താങ്കളുടെ ഒരു തോട്ട്സ്, പിന്നെ പുതിയൊരു കിഡ്സിനെ ഒരു ടിപ്സ് തന്നതിനും വളരെ താങ്ക് യു. ആൻഡ് താങ്ക് യു ഫ്രം ബ്രാൻഡ് ടോക്സ് ബൈ VJPS. താങ്ക് യു.